നമസ്തേ. ഇന്ന് നമ്മൾ NCERT ബുക്കിലെ ജിം 4ലുള്ള രണ്ടാമത്തെ പാഠം ജൈസ സവാൽ വൈസ ജവാബ് എന്നുള്ള പാഠത്തെക്കുറിച്ചാണ് നോക്കുന്നത്. അത് ബാദ്ഷാ അക്ബറും മന്ത്രിയായ ബീർബലിൻ്റെയും കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. ബാദ്ഷാ അക്ബർ അപ്നെ മന്ത്രി ബീർബൽ കോ ബഹുത് പസന്ദ് കർത്താ താ. ചക്രവർത്തിയായ അക്ബറിന് തൻ്റെ മന്ത്രിയായ ബീർബലിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. ബീർബൽ കി ബുദ്ധി കെ ആകെ ബഡോ കോബി കുച്ച് നഹീം ചൽ പാത്തി തി. ആ ബീർബലിൻ്റെ ബുദ്ധിയുടെ മുന്നിൽ എത്ര വലിയ ആൾക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഇസി കാരൻ കുച്ച് ദർബാരി ബീർബൽ സെ ജൽത്തേതെ. ഈ കാരണം കൊണ്ട് തന്നെ കുറച്ച് കൊട്ടാരവാസികളെല്ലാം ബീർബലിനോട് വളരെയധികം അസൂയപ്പെട്ടിരുന്നു. വേ ബീർബൽ കോ മുസീബത്ത് മേ ഫസാനെ കെ തരീക്കെ സോച്ചത്തെ രഹത്തെ. അവർ എപ്രകാരമെങ്കിലും ബീർബലിനെ കഷ്ടപ്പാടിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള രീതികളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. അക്ബർ കെ ഏക് ഖാസ് ദർബാരി ഖ്വാജ സര കോ അപ്നി വിദ്യ और ബുദ്ധി पर बहुत അഭിമാൻ था. അക്ബറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൊട്ടാരവാസി ഒരാളായിരുന്നു ഖ്വാജ സര. അദ്ദേഹത്തിന് സ്വയം തൻ്റെ വിദ്യയിലും ബുദ്ധിയിലും ഒരുപാട് അഭിമാനമായിരുന്നു. ബീർബൽ കോ തോ വേ അപ്നെ സാമനെ നിരാ ബാലക और മൂർഖ സമਝത്തെ थे. ബീർബലിനെ തൻ്റെ മുന്നിൽ ഒന്നും അറിയാത്തൊരു കുട്ടിയായും വിഡ്ഢിയായും മനസ്സിലാക്കിയിരുന്നു. ലേക്കിൻ അപ്നെ ഹി മാനനെ സേ തോ കുച്ച് ഹോത്താ നഹീം. പക്ഷേ താൻ എത്രത്തോളം അത് അംഗീകരിച്ചാലും അതൊരിക്കലും നടന്നിരുന്നില്ല. दरबार में बीरबल की ही तूती बोलती और ख्वाजा साहब की बात ऐसी लगती थी जैसे नकार खाने में तूती की आवाज़. ഇത് ഇങ്ങനെ കൊഞ്ചി പറയുന്ന സമയത്ത് ആ ഖ്വാജയ്ക്ക് തോന്നുമായിരുന്നു ഇത് വെറുതെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ശബ്ദമാണ് എന്ന് തോന്നിയിരുന്നു. ख्वाजा साहब की चलती तो वे बीरबल को हिंदुस्तान से निकलवा देते लेकिन निकलवाते कैसे. ഖ്വാജ സാഹബ് എന്ത് ചിന്തിച്ചിരുന്നു? ബീർബൽക്കോ ഹിന്ദുസ്ഥാനിൽ നിന്നും പുറത്താക്കണം. ലേക്കിൻ നിക്കൽവാത്തെ, എങ്ങനെയാണ് ആക്കുക? ഏക് ദിൻ ഖ്വാജാനെ ബീർബൽക്കോ മൂർഖ് സാബിത് കർനെ കെ ലിയെ ബഹുത് സോച്ച് വിചാർ കർ കുച്ച് മുഷ്കിൽ പ്രശ്ന സോച്ച് ലിയ. ഒരു ദിവസം ഖ്വാജ ബീർബലിനെ വിഡ്ഢിയായി സ്ഥാപിക്കുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ചിന്തിച്ചെടുത്ത് കഷ്ടപ്പാടുള്ളൊരു ചോദ്യം എടുത്തു. उन्हें विश्वास था कि बादशाह के उन प्रश्नों को सुनकर बीरबल के चक्के छूट जाएंगे और लाख कोशिश करके भी संतोषजनक उत्तर नहीं दे पाएंगे. വളരെയധികം സന്തോഷത്തോടു കൂടി വന്നു. എന്തിനെച്ചാൽ ഈ ബീർബലിനോട് ഇങ്ങനെ കുഴഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ അത് കേട്ട് അതിൻ്റെ ഉത്തരമൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല, രാജാവിന് ഇഷ്ടപ്പെടില്ല. അതിനുള്ള ഉത്തരം ബീർബലിന് തരാനായി കഴിയുകയുമില്ല. ഫിർ ബാദ്ഷാ മാൻ ലേഗാ കി ഖ്വാജ സരാ കെ ആകെ ബീർബൽ കുച്ച് നഹീ ഹെ. അപ്പോൾ മനസ്സിലാക്കാനായി കഴിയും ഞാൻ ആരാണെന്ന്. എൻ്റെ മുന്നിൽ ബീർബൽ ഒന്നുമല്ലാത്തവനാണെന്ന് മനസ്സിലാക്കാൻ ചക്രവർത്തിക്ക് കഴിയുമെന്ന് ഖ്വാജ ചിന്തിച്ചു. ഖ്വാജ സാഹബ് അജ്കൻ പഗടി പഹൻകർ ദാടി സഹലാത്തെ ഹുയെ അക്ബർ കെ പാസ് പഹുഞ്ചെ और सिर झुकाकर बोले ബീർബൽ ബഡാ ബുദ്ധിമാൻ ബൻതാ ഹെ. ഖ്വാജ സാഹബ് ഒരു ഷർട്ട് തലപ്പാവെല്ലാം കെട്ടിക്കൊണ്ട് തൻ്റെ താടീനേക്ക് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് അക്ബറിൻ്റെ അടുത്ത് വരികയും തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ബീർബൽ വളരെയധികം ബുദ്ധിമാനാണ്. ആപ് ബി ഉസ്കെ ലംബി ചൗടി ബാത്തോമേ ദോക്കെ മേ ആ ജാത്തേ ഹെ. അവൻ്റെ കുറേയധികം കാര്യങ്ങളിൽ നിങ്ങൾ വളരെ വലിയ ചതിയിൽ വീഴുന്നുണ്ട്. മേ ചാഹത്താ ഹും കി ആപ് മേരെ 3 സവാലോം കെ ജവാബ് പൂച്ച് കർ ഉസ്കെ ദിമാഗ് കി ഗഹരായി നാപ് ലേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, 3 ചോദ്യങ്ങൾ തരാം. അത് താങ്കൾ അവനോട് ചോദിക്കണം. എന്നിട്ട് അവൻ്റെ ബുദ്ധിയുടെ അളവ് എത്രയുണ്ടെന്ന് താങ്കൾ അളന്നു നോക്കൂ എന്ന് ചക്രവർത്തിയോട് ഖ്വാജ ആവശ്യപ്പെട്ടു. ഉസ് നക്കലി അക്കൽ ബഹാദൂർ കി ഖലയി കുൽജായേഗി. ആ സമയത്ത് കൃത്രിമമാണോ അവൻ്റെ ബുദ്ധി എന്നുള്ളത്, അവൻ വെറുതെ കാണിക്കുകയാണോ എന്നുള്ളത് നമ്മൾക്ക് കണ്ടുപിടിക്കാനായി കഴിയുമെന്ന് പറയുകയും ചെയ്തു. ഖ്വാജ കെ അനുരോധ് കർനെ പർ അക്ബർ ने ബീർബൽ കോ ബുലായ और उनसे कहा. ഖ്വാജയുടെ ആ അഭ്യർത്ഥന കേട്ടുകൊണ്ട് എന്ത് ചെയ്തു? അക്ബർ ബീർബലിനെ വിളിപ്പിച്ചു. ബീർബലിനോട് പറഞ്ഞു, ബീർബൽ പരം ജ്ഞാനി ഖ്വാജ സാഹബ് തുംസെ 3 പ്രശ്ന പൂച്ഛനാ ചാഹത്തെ ഹേ. വളരെ വലിയ ജ്ഞാനിയായിട്ടുള്ള ഖ്വാജ സാഹബ് നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ക്യാ തും ഉൻകെ ഉത്തർ ദേ സഖോഗെ. നിങ്ങൾക്കതിൻ്റെ ഉത്തരം തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ബീർബൽ ബോലെ ജഹാം പന ജരൂർ ദൂങ്ക ഖുഷി സേ പൂച്ചെ. രാജാവേ തീർച്ചയായും തരാം,
സന്തോഷത്തോടു കൂടി ചോദിച്ചാലും എന്ന് ബീർബൽ പറഞ്ഞു. ഖ്വാജ സാഹബ് നെ അപ്നെ തീനും സവാൽ ലിക്കർ ബാദ്ഷാ കോ ദേ ദിയ. ഖ്വാജ സാഹബ് താൻ എഴുതി കൊണ്ടുവന്ന 3 ചോദ്യങ്ങളും എന്ത് ചെയ്തു? ചക്രവർത്തിയുടെ കയ്യിൽ കൊടുത്തു. അക്ബർ നെ ബീർബൽ സെ ഖ്വാജ കാ പഹല പ്രശ്ന പൂച്ച. അക്ബർ ബീർബൽ ഖ്വാജയോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചു. സംസാർ കാ കേന്ദ്ര കഹാം ഹേ. ഈ ലോകത്തിലെ കേന്ദ്രം എവിടെയാണ് എന്ന്, നടുഭാഗം എവിടെയാണെന്ന് ചോദിച്ചു. ബീർബൽ നെ തുരന്ത് ജമീൻ പർ അപ്നി ഛടി ഗാട്ട് കർ ഉത്തർ ദിയ. യഹി സ്ഥാൻ ചാരോമോർ സെ ദുനിയ കെ ബീച്ചോം ബീച്ച് പടുത്താ ഹേ. ബീർബൽ അതിന് കൊടുത്ത ഉത്തരം ഇതായിരുന്നു. പെട്ടെന്ന് താൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ തൻ്റെ വടി കൊണ്ട് ഒരു കുഴി കുഴിച്ചു. എന്നിട്ട് ഉത്തരമായിട്ട് എന്ത് പറഞ്ഞു? ഈ സ്ഥാനം ചാരോ മോർസെ 4 ഭാഗത്തുമുള്ള ലോകത്തിൻ്റെ നടുവിലാണ് വരുന്നത്. യദി ഖ്വാജ സാഹബ് കോ വിശ്വാസ് ന ഹോ തോ വേ ഫീത്തെ സെ സാരി ദുനിയ കോ നാപ് കർ ദിക്കാതെ. ഖ്വാജ സാഹബിന് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ മുഴുവൻ ലോകവും ഒന്ന് അളന്ന് കാണിച്ചു തരാനായി പറയൂ. കി മേരി ബാത് ഗലത്ത് ഹേ. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാം. അക്ബറിനെ ദൂസര പ്രശ്ന കിയ. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. ആകാശ് മേ കിത്തിനെ താരേ ഹേ. ഈ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? बीरबल ने एक बेड मंगवा कर कहा, इस बेड के शरीर में जितने बाल है उतने ही तारे ആസ്മാൻ में है. ബീർബൽ ഒരു ചെമ്മരിയാടിനെ കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടു. അത് കൊണ്ടുവന്ന ശേഷം ഈ എന്താ പറഞ്ഞത്? ഈ ചെമ്മരിയാടിൻ്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ അത്രത്തോളം നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഖ്വാജ സാഹബ് കോ ഇസ്മേം സന്ദേഹ ഹോ തോ വേ ബാലോം കോ ഗിൻകർ താരോം കി സംഖ്യ സെ തുലന കർ ലേ. ഇനി ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഖ്വാജ സാഹബ് എന്ത് ചെയ്യട്ടെ? ഈ രോമങ്ങളെയെല്ലാം ഇരുന്ന് എണ്ണി തിട്ടപ്പെടുത്തി മുകളിലുള്ള നക്ഷത്രങ്ങളുമായി താരതമ്യം ചെയ്യട്ടെ എന്ന് പറയുകയും ചെയ്തു. അക്ബർ നെ തീസര സവാൽ കിയ. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു. സംസാർ കി ആബാദി കിത്നി ഹേ. ഈ ലോകത്തിലെ ജനസംഖ്യ എത്രയാണ് എന്ന് മൂന്നാമത്തെ ചോദ്യം അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചു. ബീർബൽ നെ കഹാ ജഹാം പന സംസാർ കി ആബാദി പൽ പൽ പർ ഘടത്തി ബഡ്ത്തി രഹത്തി ഹേ ക്യോങ്കി ഹർ പൽ ലോഗോം കാ മർന ജീന ലഗാ ഹി രഹത്താ ഹേ. അതിന് ഉത്തരമായിട്ട് ബീർബൽ ഇപ്രകാരം പറഞ്ഞു. രാജാവേ, ഈ ലോകത്തിലെ ജനസംഖ്യ നിമിഷങ്ങൾ തോറും കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഓരോ നിമിഷവും ജനങ്ങൾ മരിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. इसलिए यदि सभी लोगों को एक जगह इकट्ठा किया जाए उनको गिनकर टीक टीक संख्या बताई जा सकती है. അതിനാൽ എല്ലാ ജനങ്ങളും ഒരു ഭാഗത്ത് കൂട്ടിച്ചേർത്ത് നിർത്താൻ കഴിയുമെങ്കിൽ അവരെ എണ്ണി തിട്ടപ്പെടുത്തി ശരിയായൊരു എണ്ണം തരാനായി കഴിയുമെന്ന് പറഞ്ഞു. बादशाह तो बीरबल के उत्तरों से संतुष्ट हो गया, लेकिन ख्वाजा साहब नाक बाव से कोट कर बोले, ऐसे गोलमोल जवाबों से काम नहीं चलेगा जनाब. ചക്രവർത്തി ബീർബലിൻ്റെ 3 ഉത്തരങ്ങളും കേട്ട് വളരെയധികം സന്തോഷമായി. എന്നാൽ ഖ്വാജ സാഹബ് ദേഷ്യത്തോടുകൂടി പറഞ്ഞു, ഇങ്ങനെയുള്ള ഉരുണ്ടുകളിയോടുകൂടിയുള്ള ഉത്തരങ്ങളൊന്നും ഒരിക്കലും ഇവിടെ നടക്കില്ല. ബീർബൽ പോലെ ഐസേ സവാലും കെ ഐസേ ഹി ജവാബ് ഹോത്തേ ഹേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉത്തരം മാത്രമേ തരാനായി കഴിയുകയുള്ളൂ. പഹലെ മേരെ ജവാബും കോ ഗലത് സാബിജ് കീജിയെ തബ് ആകെ ബടിയെ. ഞാൻ പറഞ്ഞ ഉത്തരങ്ങൾക്ക് എന്തെങ്കിലും തെറ്റാണ് എന്ന് താങ്കൾ സ്ഥാപിക്കാനായി കഴിയുമോ? അങ്ങനെ പറ്റുമെങ്കിൽ മുന്നിലേക്ക് പൊക്കോളൂ എന്ന് ബീർബൽ ഖ്വാജ സാഹിബിനോട് ആവശ്യപ്പെട്ടു. ഖ്വാജ സാഹിബിനെ ഫിർ കുച്ച് ബോൾത്തെ നഹീ ബന. ഖ്വാജ സാഹിബിന് പിന്നീട് ഒന്നും തന്നെ പറയാനായി കഴിഞ്ഞതുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ധന്യവാദം.